അവൻ മടങ്ങി വന്ന് 1000 ആണ്ട് ഭൂമിയിൽ വാഴുമ്പോൾ എന്റെ ശ്രോതാക്കളെ, നിങ്ങൾ ഏത് വലിയവനോ എന്താണ് കുലമഹിമയുള്ളവനോ ഏത് ഉന്നതമായിരിക്കുന്ന കുടുംബത്തിൽ ജനിച്ചവനായി ശരി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് അങ്ങനെയുള്ളവരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് അവന് വേണ്ടി കഷ്ടവും നിന്നയും ഏൽക്കാതെയാണ് നിങ്ങൾ മരിക്കുന്നെങ്കിൽ പള്ളിയിലച്ഛനായാലും ശരി, പ്രിയപ്പെട്ട തിരുമേനിയായാലും ശരി, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാ മനുഷ്യരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരികയും അവൻ നമ്മളെ സകല രഹസ്യങ്ങളും ന്യായം വിധിക്കുമ്പോൾ ഈ പ്രസംഗം വെച്ച് ന്യായം വിധിക്കും. എന്റെ ഈ പ്രസംഗം വെച്ച് നിങ്ങളെ ദൈവം ന്യായം വിധിച്ച് അവൻ നിന്നെ നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ നിങ്ങൾ തന്നെത്താൻ അടിച്ചുകൊണ്ട് പറയും, അപ്പന്മാരെ നിങ്ങളുടെ മക്കളുടെ കണ്ണ് നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറയും, മോനെ അവൻ വന്ന് നമ്മളോട് എത്ര വട്ടം സുവിശേഷം പറഞ്ഞതാ, ഇങ്ങനെ ഒരു പാപമോചനവും ന്യായവിധിയൊക്കെ ഉണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞതാ, എന്നാൽ അപ്പനത് അംഗീകരിച്ചില്ല, അപ്പം വലിയ ആണായിരുന്നു മോനെ, അതുകൊണ്ട് നമ്മളിതാ നരകത്തിലേക്ക് ഒടുങ്ങി പോകുന്നതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്നെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞാൽ ആ നരകത്തിൽ നിന്നെ വീണ്ടെടുപ്പാൻ ഒരുത്തനും കഴിയത്തില്ല. അച്ഛൻ കല്ലറയിൽ എന്താണ് കുന്തിരിക്കാൻ പോയിച്ചാൽ നീ രക്ഷ പ്രാപിക്കത്തില്ല, ഞങ്ങളുടെ പുരോഹിതന്മാര് വിണ്ടാടിയെന്ന് ചെയ്താലും രക്ഷ പ്രാപിക്കത്തില്ല. പ്രിയപ്പെട്ട ഇത് സത്യമാണ്. നിങ്ങൾ എന്നെ ഏത് രീതിയിലും കണ്ടു, പക്ഷെ മരിച്ചതിന് ശേഷം ലോകാവസാന ദിവസം നമ്മളെല്ലാം വീണ്ടും കണ്ടുമുട്ടും. വിജയന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കും, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കും. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പാപമോചനം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ട കരഞ്ഞുകൊണ്ടുകൂടെ പ്രസംഗിക്കുന്നത്. രാത്രികാലം നിങ്ങൾ എന്താണ് നിങ്ങളുടെ കള്ളുകുടിയിലും സുഖസമൃദ്ധിയിലും കഴിഞ്ഞപ്പോഴേ പ്രിയപ്പെട്ട കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേട്ടാ ഈ മൈക്കും നോക്കി ഇറങ്ങിയിരിക്കുന്നത്. ആകയാൽ ഉന്നത ഭാവങ്ങളെ താഴ്ത്തുവിൻ, നഗരകൃത്യങ്ങളെ വിട്ടുകളയുവിൻ, പാപമോചനത്തിനായിട്ട് മാനസാന്തരപ്പെടുവിൻ.